Good morning, my dear students. Hope you all are fine, and I hope that you are understanding my classes. Okay. So in the last class, what we have seen about managerial economics and the general economics, and what are the objectives and importance of managerial economics, and how managerial economics is related with other terms like micro, macro, statistics, mathematics, operation research, and accounting. So now you know what is managerial economics and how it is interrelated with other topics and the objectives and importance, everything. So in today's class we are going to see about the tools, some of the economic tools used in managerial economics, or you can say it as the principles used in managerial economics, or you can call it as the fundamental concepts, and also you can say it as theories in managerial economics. ഇങ്ങനെ ഏത് പേരിൽ വേണമെന്നുണ്ടെങ്കിലും അറിയപ്പെടാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ഉള്ള എക്കണോമിക് ടൂൾസ് എന്തൊക്കെയാണ്, അപ്പോൾ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ. സോ ഇതിൽ വരുമ്പോൾ നമുക്ക് it is in a business concern. When you consider about the business concern, there will be so many issues or so many problems when you start a business. So you are going to find out the ultimate solutions or the best solutions for the problems. For that, what you have to know is you have to know the theories behind it. So when you are applying something, you have to know what this theory is going to do, or how it is going to become a solution for the problem. അല്ലേ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഫോർ ഈച്ച് ആൻഡ് എവറി പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ സം പ്രിൻസിപ്പിൾസ്, ഓർ വി ഹാവ് ടു അപ്ലൈ ദ ബേസിക് എക്കണോമിക് ടൂൾസ്. That is what we are going to see in today's class. Clear? So first thing I am going to say is all these theories help the business concern to take a proper decision, or to help in taking or in making decisions. നമുക്ക് പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. സോ ഈ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യും. സോ ഈ ഡിസിഷൻ എടുക്കാനായിട്ട്, ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ തിയറീസ്, അതല്ലാന്നുണ്ടെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഹാവ് യു ഹേർഡ് അബൌട്ട് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? What do you mean by opportunity? ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു സാധ്യത, അല്ലേ? നമുക്കൊരു ബിസിനസ് സാധ്യത എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സോ സാധാരണ എല്ലാവരും പറയാറുണ്ട്, ഇറ്റ് ഈസ് നോ ഓപ്പർച്യൂണിറ്റി വിൽ കം ആൻഡ് നോക്ക് യുവർ ഡോർ. ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ വാതിൽക്കൽ വന്ന് നമ്മളെ മുട്ടി വിളിക്കില്ല. സോ ഐ ആം ദി ഓപ്പർച്യൂണിറ്റി എന്ന് ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരില്ല. ഇറ്റ് ഈസ് വി ദ പീപ്പിൾ ഹു ക്രിയേറ്റ് ദി ഓപ്പർച്യൂണിറ്റി. നമ്മളാണ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആൾക്കാർ. സോ അക്കോർഡിംഗ് ടു ദ ബിസിനസ് പാറ്റേൺ, ബിസിനസ് സ്റ്റൈൽ, ട്രെൻഡ്, ദ എക്കണോമിക് സൈക്കിൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നീഡ് ക്രിയേറ്റ് ചെയ്യണം.
ആൾക്കാർക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആവശ്യമായിട്ട് മാറണം. എന്നാലേ നമുക്കവിടെ സെയിൽസ് ഉണ്ടാവുള്ളൂ. സോ ഹിയർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ്. ലൈഫ് എന്ന് പറയുന്നത് നമുക്കിഷ്ടം പോലെ ചോയ്സസ് ഉണ്ട്. വി ക്യാൻ സെലക്ട് ദിസ്, വി ക്യാൻ സെലക്ട് ദാറ്റ്, എനിത്തിങ് വി ക്യാൻ സെലക്ട്. This is because resources are scarce. What make you to choose a choice? അതാണ് നമ്മുടെ ചോദ്യം. ലൈഫിൽ നമുക്ക് കുറേ ചോയ്സസ് ഉണ്ട്. ഈ ചോയ്സസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് സ്കേഴ്സ് ആയതുകൊണ്ടാണ് ചോയ്സസ് ഉണ്ടാവുന്നത്, അല്ലേ? ഇപ്പോൾ നമുക്ക് വെള്ളം ദാഹിക്കണുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം നമുക്ക് മേടിക്കാം, എൻ്റെ ആ കുപ്പിയിലത്തെ വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോട്ടിൽ വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാട്ടർ യൂസ് ചെയ്യാം. ഇനി പുറത്തുനിന്ന് മേടിക്കാൻ നമുക്ക് താല്പര്യമില്ല, നമ്മുടെ കയ്യിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നോ തൊട്ടടുത്തുള്ള ആളുടെ കയ്യിൽ നിന്നോ നമുക്ക് വെള്ളം മേടിക്കാം. ഹാവിങ് നമ്പർ ഓഫ് ചോയ്സസ് ഫോർ ദാറ്റ്, അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമ്മുടെ ഈ ലൈഫിൻ്റെ ഏത് സിറ്റുവേഷൻ എടുത്താലും വി ആർ ഹാവിങ് നമ്പർ ഓഫ് ചോയ്സസ്. സോ ദ സ്കേഴ്സ് റിസോഴ്സസ് മേക്ക് us ടു ചൂസ് ദ ചോയ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ 3 ഓപ്ഷൻസ് പറഞ്ഞു. നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് കടയിൽ നിന്ന് നമുക്ക് വെള്ളം മേടിക്കാം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, കടയുണ്ടാവില്ല പരിസരത്ത്, അല്ലെങ്കിൽ കടകളുണ്ടാവും, ഒരു കുപ്പി വെള്ളം മേടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അവിടെ 2 ചോയ്സ് ഉണ്ട്. either we can choose that. സെക്കൻഡ് തിങ് ഈസ്, നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലും വെള്ളമില്ല, നമുക്ക് മേടിക്കാനും താല്പര്യമില്ല, കടയില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുടെ കയ്യിൽ ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളമുണ്ട്. സോ വി ക്യാൻ ആസ്ക് ഫോർ ലിറ്റിൽ വാട്ടർ. അപ്പോൾ ഇത് വേറൊരു ഓപ്ഷൻ, അല്ലേ? അപ്പോൾ ഇങ്ങനെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് പോലും നമുക്ക് 3-4 ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇതിനൊക്കെ എത്ര ചോയ്സസ് ഉണ്ടാവും. സോ ദ മാറ്റർ ഈസ് ഹൗ യു ആർ സെലക്ടിങ് ദ ബെസ്റ്റ് alternative എന്നുള്ളതാണ്. So you are having number of alternatives in front of you, and how you are going to select the best alternative which is apt for the business എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ദാറ്റ് ഈസ് വിട്ട് കളയുന്ന എന്തെങ്കിലും ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ വിച്ച് വി ആർ സാക്രിഫൈസിങ്. ദാറ്റ് ഈസ് നോൺ ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ 2 ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. സോ വി ആർ ചൂസിങ് വൺ തിങ് ആൻഡ് വി ആർ ലെറ്റിംഗ് ഔട്ട് ദി അതർ തിങ്. നമുക്കത് ചൂസ് ചെയ്യുന്നില്ല, വേറെ മറ്റൊന്ന് നമ്മൾ വിട്ട് കളയണം. സോ വിച്ച് ഓപ്പർച്യൂണിറ്റി ഈസ് ഗിവൻ അപ്പ്, which has been sacrificed, will come under opportunity cost. മനസ്സിലായോ? അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. If you're going to start a business and you're having an old building, so you have decided to start your business, your own business in your own building. That is one alternative for you. And the second alternative is you can make use of that particular building for the rental purpose. നമുക്കത് റെൻറ്റിന് കൊടുക്കാവുന്നതാണ്. So what you are yielding every month, you are getting a lump sum of amount, അല്ലേ? നമുക്ക് ഓരോ മാസവും നമുക്കൊരു fixed sum of money we are getting in the terms of rent. നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്, നമ്മൾ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപിലുള്ളത് 2 ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഒന്നെങ്കിൽ
നമുക്ക് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിൽ ആർക്കും നമ്മൾ വാടക കൊടുക്കാതെ നമുക്ക് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു ബിൽഡിംഗ്, അത്രയും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കാവുന്ന ഒരു ബിൽഡിംഗ് നമുക്കത് റെൻറ്റിന് കൊടുക്കായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ് സ്ഥാപനം ഏതെങ്കിലും rented ബിൽഡിങ്ങിലേക്ക് നമുക്ക് മാറ്റാം. സോ വി ക്യാൻ ഗെറ്റ് എ ഗുഡ് എമൗണ്ട് ഫ്രം ദി building which have been given for the rental purpose, and we can give a smaller amount as rent for running our own business. അങ്ങനെയാണ് രണ്ട് ഓപ്ഷൻ നമുക്ക് വരുന്നത്. സോ ഈ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അധികം ആൾക്കാരറിയേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റാണ്, അത് എന്താ ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ നമുക്ക് പ്ലേസ് വേണം എന്ന് നിർബന്ധമില്ല. സോ വി ക്യാൻ മൂവ് ലിറ്റിൽ ബിറ്റ് ഇൻറ്റീരിയർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടിയും ഉള്ളിലോട്ട് നീങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്, അവിടെ ദറ്റ് ഈസ് റെൻറ്റ് കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും ലാഭം. കാരണം നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്നത് ഒരു ഹോട്ട്സ്പോട്ടിലാണ്, അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് ദി സിറ്റിയാണ്, ഏറ്റവും കൂടുതൽ റെൻറ്റ് കിട്ടാവുന്നതാണ്. അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ വേണം ഒരു നിർബന്ധമില്ലാത്തൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം, നമ്മുടെ ബിൽഡിംഗ് റെൻറ്റിന് കൊടുക്കാനായിട്ട്. ആൻഡ് വി ക്യാൻ ഗോ ഫോർ എ റെൻറ്റൽ പർപ്പസിന് പോകാനായിട്ട് നമുക്ക് സാധിക്കും. സോ നമുക്ക് ഏറ്റവും ചെറിയ വാടകയിൽ നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനും പറ്റും. വലിയ വാടക നമുക്ക് ഓരോ മാസം നമുക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാം. സെക്കൻഡ് തിങ് ഈസ്, ഇഫ് ആ ബിസിനസ് എന്ന് പറയുന്ന സംഭവം 4 ആൾക്കാർ കാണേണ്ടതാണ്, അവർ വന്ന് പ്രോഡക്റ്റ് മേടിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ വി ആർ taking the next choice, that is we are running the business in our own building and we are sacrificing, note the point, we are sacrificing the rent which would have been earned if we give it for the rental purpose. ഓക്കെ, നമുക്ക് കിട്ടേണ്ട ഒരു സ്ഥിര വരുമാനമാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് ഇവിടെ റൺ ചെയ്യുന്നത്. സോ വിച്ച് ഓപ്പർച്യൂണിറ്റി ഈസ് സാക്രിഫൈസ്ഡ് ഫോർ ദി അതർ വൺ ഈസ് നോൺ ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, സോ ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് ആൻഡ് വി ആർ മേക്കിംഗ് ദ ബെസ്റ്റ് ചോയ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്നുള്ളതാണ്. Choice involve giving up one opportunity in order to do or use something else. ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പല ചോയ്സസിലും ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വിട്ടുകൊടുക്കേണ്ടി വരും. എന്തിന്? മറ്റൊന്നിന് വേണ്ടിയിട്ട്, മറ്റൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട്. സോ എന്താണോ നമ്മൾ വിട്ടുകൊടുക്കുന്നത്, എന്തിനെയാണോ നമ്മൾ വിട്ടുകൊടുക്കുന്നത്, എത്രത്തോളം സാക്രിഫൈസ് അതിലുണ്ടോ അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. സോ ഇവിടെ വരുന്നത് എന്താണെന്നാണ്, ഇൻക്രിമെൻ്റൽ റീസണിങ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ്. സോ ഇവിടെ വരുന്നത് ദർ ആർ 2 incremental concepts used in managerial economics. Okay, used in managerial economics are incremental cost and incremental revenue. അതിൽ incremental cost എന്ന് പറയുന്നത് is a change in total cost resulting from a decision taken. അപ്പോൾ നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം, പല കാര്യങ്ങളുണ്ടായിരിക്കാം. സോ വി ആർ ടേക്കിംഗ് എ ഡിസിഷൻ, നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്? ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. അപ്പോൾ നമ്മൾ ആ തീരുമാനം എടുത്തത് കൊണ്ട് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ surely it will increase our maximum profit.
അല്ലേ? പ്രോഫിറ്റ് മാർജിൻ എന്തായാലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ആ മാറ്റം കൊണ്ട് നമുക്ക് കിട്ടുന്ന റവന്യൂവിൽ നമുക്ക് എന്ത് ചേഞ്ചാണ് സംഭവിച്ചിട്ടുള്ളത്? ഓക്കെ, 100 റുപ്പീസ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് നമുക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. So what amount, what are the changes that has taken place after taking a decision is known as incrementalism. Okay, don't confuse it with the opportunity cost. Opportunity cost വരുന്നത് എന്താണ്? നമ്മുടെ ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ ഗിവൺ അപ്പ് ചെയ്യുന്നതാണ്, നമ്മൾ വിട്ടുകൊടുക്കുകയാണ്, നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം ഡോണ്ട് കമ്പയർ വിത്ത് ദാറ്റ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിഫറെൻ്റ് ആണ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഡിഫറെൻ്റ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം നമുക്കുണ്ടാകുന്ന ചേഞ്ച് എന്താണ്, നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എത്രത്തോളം റവന്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഡിഫറൻസ് ആണ് നമ്മളതിൽ നോക്കുന്നത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ എന്ന് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം. നമുക്കിത് ടോട്ടൽ റവന്യൂന്ന് നമുക്ക് കിട്ടാവുന്ന ഈ എമൗണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ ഗെയിൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് തേർഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ഇൻ എക്കണോമിക്സ്? നമ്മൾ ഒരു സംഭവം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു സോ മച്ച് ഓഫ് എമൗണ്ട് വി ഹാവ് ഇൻവെസ്റ്റഡ്, ക്ലിയർ. പക്ഷേ അതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നത് എപ്പോഴാണെന്ന് പോലും നമുക്കറിയില്ല, എത്ര വർഷമെടുക്കുമെന്ന് നമുക്കറിയില്ല. അത് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുമോ? എവറി ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് we have to know when we will get back the amount which we have invested. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് എത്ര വർഷത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് കിട്ടി തുടങ്ങും, along with the profit. അതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അതില്ലാണ്ട് നമുക്ക് എത്ര നാളെന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്നും എവറി ടൈം ബിസിനസ്സിൽ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? സോ ഇനിഷ്യലി ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫോർ എവറി ഇയർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രോഫിറ്റും അപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. സോ ദ മെയിൻ തിങ് ഈസ് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് എന്നായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. സോ ദ ടൈം വാല്യൂ ഫോർ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ടൈമിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് മാർഷലാണ്. Okay, it was Marshall who introduced the element of time in the value theory. He conceived 4 market forms based on time. അപ്പോൾ ഇങ്ങനെ ടൈമിനെ ബേസ് ചെയ്തിട്ട് 4 മാർക്കറ്റ്സ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു. വെരി ഷോർട്ട് പീരിയഡ്, ലോങ് പീരിയഡ് ആൻഡ് സെക്യുലർ പീരിയഡ്. വെരി ഷോർട്ട് പീരിയഡ്, ലോങ് പീരിയഡ് ആൻഡ് സെക്യുലർ പീരിയഡ്. നമ്മളിപ്പോൾ ഡിമാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ലോങ് റൺ, ഷോർട്ട് റണ്ണിലെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ? സോ ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, ലോങ് റണ്ണിൽ പ്രോഫിറ്റ് മാർജിൻ ചിലപ്പോൾ കുറഞ്ഞേക്കാം. സോ ദാറ്റ് വാട്ട് സ്റ്റെപ്സ് വി ഹാവ് ടു ടേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ കോസ്റ്റും റവന്യൂവും തമ്മിലൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് then is principle of discounting. What do you mean by principle of discounting? Discount കൊടുക്കുന്നതാണോ? No. That is, what amount is invested today and what amount will it be in future എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ₹1 എന്ന് പറയുമ്പോൾ ആഫ്റ്റർ നമ്പർ ഓഫ് ഇയേഴ്സ് ഈ ₹1 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആവും. ₹1 നമ്മളിന്ന് ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ₹1 വി ഹാവ് ഡെപ്പോസിറ്റ്. സോ ആഫ്റ്റർ നമ്പർ ഓഫ് ഇയേഴ്സ് ഈ ₹1 എത്ര രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും? ₹1 ചിലപ്പോൾ ₹10 ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഹൗ മച്ച്? 10 times it has been increased എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇന്നത്തെ എമൗണ്ട് നാളത്തെ എമൗണ്ടും സെയിം അല്ല. മണി വാല്യൂ
മാറ്റം വരുന്നുണ്ട്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വാല്യൂയെങ്കിലും നാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ ഫ്യൂച്ചറിലേക്ക് നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. Do you know 1947 what was the value of Indian rupee with that of US dollar? 1 rupee equals to $1. അപ്പോൾ 1 റുപ്പിയുടെ വാല്യൂ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 റുപ്പി ഈസ് ഈക്വൽ ടു നമുക്ക് $1 എത്രയാണ് വരുന്നത്? $1 നമ്മൾ എത്ര രൂപ കൊടുക്കണം? 67-70 അല്ലെങ്കിൽ ഒരു 60 to 70 റുപ്പീസിനുള്ളിൽ നമ്മൾ $1 നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരികയാണ്? 1947 $1 ഈക്വലായിരുന്നു നമ്മുടെ 1 റുപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അവർക്കറിയാൻ പറ്റും എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കറൻസി. ഓക്കെ, അവിടെ ഈ 1 റുപ്പീനൊക്കെ എത്തുന്നേക്കാളും മുമ്പ് ഈ കാലണ, 2 അണ, 1 അണ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് കറൻസീസ് ഇന്ന് നമുക്ക് 50 പൈസ തൊട്ടാണ് വാല്യൂഡായിട്ട് വരുന്നത്. 25 പൈസന് പോലും ഇന്ന് വിലയില്ല. എൻ്റെ ചെറുപ്പത്തിൽ 5 പൈസ്, 10 പൈസ്, 20 പൈസ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ കുട്ടികൾക്ക് ഇത് പറഞ്ഞ പോലും ചുരുക്കി അവർക്ക് അറിയും കൂടിയില്ല. ഓക്കെ, സോ ദ എമൗണ്ട് ഓഫ് that is 1 rupee is not the same tomorrow, it decreases. So ഇന്നത്തെ വാല്യൂയെങ്കിലും നാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് we are investing in good schemes and all. Okay, so principle of discounting വരുന്നത് the that is the core of discounting principle is that a rupee in hand today is worth more than a rupee to be received tomorrow. This means that money has a time value. ഇത് ടൈം വാല്യൂ ഉണ്ട്. ഇത് ഓരോ ദിവസം ടൈമിനനുസരിച്ച് ഇറ്റ് ഡിപ്രിഷിയേറ്റ്, ദ വാല്യൂ ഇസ് ഗോയിങ് ഡൗൺ. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പോൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ അലോങ് വിത്ത് ദി പ്രോഫിറ്റ് നമുക്ക് എത്ര തിരിച്ചു കിട്ടുമെന്നുള്ള കാൽക്കുലേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി അത് തന്നെയാണ്. സോ നമ്മളിപ്പോൾ ഇന്ന് ഇത്രത്തോളം ക്രോസ് നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്കിത് എന്ന് റീപേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ കാൽക്കുലേഷനെയാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ. ഇക്വി മാർജിനൽ പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് പ്രിൻസിപ്പിൾ ഇസ് ഓൾസോ നോൺ ആസ് എ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. According to this principle, an input should be allocated in such a manner that the value added by the last unit of input is same in all uses. അതായത് നമ്മൾ ഇതിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ 50 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 50th യൂണിറ്റിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിൻ്റെ വാല്യൂ പോലും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതായത് എവിടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എവിടേക്കാണോ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക റിസോഴ്സസ് അവൈലബിൾ ആക്കേണ്ടത്, ആ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ അലൊക്കേഷൻ കൃത്യമായിട്ട് പോകേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ റിസോഴ്സസ് സ്കേഴ്സാണ്. അപ്പോൾ എവിടെയാണോ പൈസയുടെ ആവശ്യം വരുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണോ ടെക്നോളജിയുടെ ആവശ്യം വരുന്നത്, വാട്ട് ഈസ് ദ ആപ്റ്റ് യൂസ് ഓർ ആപ്റ്റ് നീഡ് എന്നുള്ളത് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, പൈസ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇക്വി മാർജിൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈക്വലായിട്ട് നമ്മൾ നോക്കുക. എവിടെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ റിസോഴ്സസ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തേക്കും എല്ലാ സെക്ഷനിലേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കുറച്ച് സെയിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് വി ആർ ഗെറ്റിംഗ് സച്ച് ആൻഡ് സച്ച് പ്രോഫിറ്റ്സ്, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു
സ്റ്റഡിയും കണ്ടക്ട് ചെയ്യാതെ വാട്ട് ആർ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ഇൻ ദി ഓർഗനൈസേഷൻ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പ്രോഫിറ്റ്സിനെ ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ചില ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഇപ്പോൾ തൽക്കാലം ഒരു എമൗണ്ടും ആവശ്യം ഉണ്ടാവില്ല. ചില ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്യേണ്ടി വരും, കൂടുതൽ എമൗണ്ട് വേണ്ടി വരും. അവിടേക്ക് നമുക്ക് കൂടുതൽ എമൗണ്ട് കൊടുക്കാതെ നമ്മൾ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുമ്പോൾ ആവശ്യമില്ലാത്തവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നമുക്ക് എന്താ പറയുക, നമ്മൾ കൊടുത്തേക്കണ ഒരു അലൊക്കേഷനിൽ അവിടെ ഒരു യൂസ് അല്ലെങ്കിൽ പർപ്പസ് ഒന്നും നടക്കുന്നില്ല. സോ ഓൾവേസ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ്, വാട്ട് വി ആർ ഡൂയിങ് ഓർ വാട്ട് വി ആർ അലൊക്കേറ്റിംഗ് ദാറ്റ് ഷുഡ് ബി റിഫർബിഷ്ഡ് ഇൻ ദി ബിസിനസ്. അത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ റവന്യൂ നമുക്ക് ഫെച്ച് ചെയ്യാനായിട്ട് സാധിക്കണം. എന്നാലാണ് അവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാക്സിമം എവിടേക്കാണോ അലൊക്കേറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ റിസോഴ്സസ് അലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 5 പ്രിൻസിപ്പിൾസാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. ഒന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇൻക്രിമെൻ്റലിസം, ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്കൗണ്ടിങ് ആൻഡ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ തിയറീസൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓരോ ആവശ്യങ്ങൾ ചിലപ്പം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് റീപേ ചെയ്യാനായിരിക്കാം. അപ്പോൾ അതിന് ഏത് പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇക്വി മാർജിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റിസോഴ്സസ് അലൊക്കേഷന് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഇനി കോസ്റ്റും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള നമ്മുടെ ടൈം വാല്യൂ, അതേപോലെ തന്നെ നമ്മുടെ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇതൊക്കെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇൻക്രിമെൻ്റലാണ് നമുക്ക് ഇത്ര നമ്മൾ ഇന്ന കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഇത്രയും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് വി ക്യാൻ ഇൻക്രീസ് ദി മാക്സിമം പ്രോഫിറ്റ് എന്നുള്ള, അല്ലെങ്കിൽ വി ക്യാൻ ഇൻക്രീസ് ദി റവന്യൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനുള്ള തിയറി അപ്ലൈ ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് ദി സൊല്യൂഷൻ. ഓക്കെ, അതിനാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് മാനേജറിയൽ എക്കണോമിസ്റ്റ്, ഓർ വാട്ട് ആർ ദി ഫങ്ഷൻസ് of a managerial economic? What the managerial economist has to do in the organization? അയാൾക്ക് എന്താണ് അവിടെ ജോലി, അയാളുടെ സ്ഥാനം എന്താണ്, വാട്ട് ഹി ഹാസ് ടു പെർഫോം ഇൻ ദി ഓർഗനൈസേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആളുടെ കാര്യങ്ങൾ എന്താണ്? ടു ഫോർസീ ദി റിസ്ക് ആൻഡ് ലോസസ് ആൻഡ് വാണ്ട് ദ ഫേം ടു ദീസ് റിസ്ക് ആൻഡ് ലോസസ്. അപ്പോൾ ഏകദേശം ഒരു ബിസിനസ് സ്ഥാപനം നേരിടാവുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണ്, ലോസസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് കമ്പനിക്ക് പറഞ്ഞു കൊടുക്കാം. അത് തടയാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ടു അഡ്വൈസ് ദ ഫേം ഓൺ മാറ്റേഴ്സ് ഓഫ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഓരോ ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ഇഫ് വി ആർ ഹാവിങ് നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, നമുക്ക് ടെക്നോളജി വേണമെന്നില്ല. കാരണം കുറേ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് നമ്മുടെ റിസോഴ്സസ്, അവരെ യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ നമുക്ക് അങ്ങനെ ഹ്യൂമൻ റിസോഴ്സസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്? ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിസിഷൻ ഹാസ് ടു ടേക്ക് വെദർ വി ഹാവ് ടു കൺസിഡർ ദി ഹ്യൂമൻ റിസോഴ്സസ്, അതല്ലാന്നുണ്ടെങ്കിൽ വെദർ വി ഹാവ് ടു കൺസിഡർ ദ ടെക്നോളജി. അപ്പോൾ ഇതൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. സോ വിച്ച് ഡിസിഷൻ ഹാസ് ടു ബി ടേക്കൺ എന്നുള്ളത് മാനേജറിയൽ എക്കണോമിസ്റ്റാണ് അഡ്വൈസ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഫിനാൻസ്, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ, ടെക്നോളജി, സെയിൽസ് പ്രൊമോഷൻ. ഫിനാൻസിൻ്റെ കാര്യത്തിൽ, കമ്പനിയിൽ ഫിനാൻസിൻ്റെ കാര്യത്തിന് അഡ്വൈസ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അത് അതിൻ്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കാം, വേറൊരു പ്രോഡക്റ്റിന്. കാരണം ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സീലിംഗ് നമ്മളൊരു ഒരു ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ മാക്സിമം ലിമിറ്റ് അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് അത് പോകാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ ഡൈവേർട്ട് ചെയ്യണം. കാരണം നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിൽ നഷ്ടം വരാനായിട്ട് തുടങ്ങും.
സോ ഡൈവേഴ്സിഫിക്കേഷൻ ആ സമയത്താണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലുള്ള ലോസ് നമുക്ക് ഏതിൽ സെക്കൻഡ് പ്രോഡക്റ്റിൽ നമുക്കത് പ്രോഫിറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല മോഡേണൈസേഷൻ, കുറച്ച് കാലമായി നമ്മൾ ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് സോ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ബേസ് ആയിട്ടോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് ടു മേക്ക് ദി ഓർഗനൈസേഷൻ ലിറ്റിൽ മോർ മോഡേൺ എന്നുണ്ടെങ്കിൽ, മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ആൻഡ് ദെൻ ടെക്നോളജി, മോഡേണൈസേഷൻ, ടെക്നോളജി, അതേപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആൾക്കാർ ചിലപ്പോൾ മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അഡ്വർടൈസിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അഡ്വൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ടു സജസ്റ്റ് വേസ് ആൻഡ് മീൻസ് ടു എക്സ്പാൻഡ് ദി മാർക്കറ്റ്സ്. So while introducing the product into the market, we would have decided this market share is better. എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. ആദ്യം ചിലപ്പോൾ നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമേ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പിന്നെ പല ഡിസ്ട്രിക്റ്റുകളായി, പിന്നെ ഒരു സംസ്ഥാനം മുഴുവനും, എന്നിട്ട് കേരളം മുഴുവനും നമ്മൾ കൊടുത്തു തുടങ്ങി. ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദി അതർ സ്റ്റേറ്റ്സ് ഓൾസോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ ഡെവലപ്പ് നമ്മുടെ മാർക്കറ്റ് ഷെയർ നമ്മൾ വി ആർ എക്സ്പാൻഡിങ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ അപ്പോൾ അത് എപ്പോഴാണ് വേണ്ടത്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഷെയർ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. ആൻഡ് ദെൻ ടു റെക്കമെൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ എവറി ടൈം ദിസ് ഹാസ് ബീൻ കണ്ടക്ടിങ്. നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ R&D ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് വർക്കിംഗ്. അപ്പോൾ അവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. വൈ പീപ്പിൾ ഡു സെലക്ട് അവർ പ്രോഡക്റ്റ്, വൈ ദേ ഓപ്റ്റ്, വാട്ട് ആർ ദി റീസൺസ് ഫോർ സെലക്ടിങ് അവർ പ്രോഡക്റ്റ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഇഫ് ആ പ്രോഡക്റ്റ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്, ആർ ദേ ഗോയിങ് ഫോർ ദി അനദർ പ്രോഡക്റ്റ്, ആർ ദേ ആസ്കിങ് ഫോർ ദി അനദർ പ്രോഡക്റ്റ്? അപ്പോൾ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് പറ്റും. സോ കണ്ടിന്യൂസ്ലി വൺ ഡിപ്പാർട്ട്മെൻറ്റ് നെയിംഡ് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആർ ഡൂയിങ് ദെയർ വർക്ക്. സോ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇനി നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പൊക്കോളും എന്ന് വെച്ചാൽ ദേ ആർ നോട്ട് കീപ്പിംഗ് സൈലൻറ്റ്. ദേ ആർ ഓൺ വൺ വേ, ദേ ആർ ഡൂയിങ് ദി റിസർച്ച്. ആൻഡ് ദെൻ ടു പ്രൊമോട്ട് ദി എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ ബിസിനസ്മാനിൽ നമുക്ക് അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും ഫ്രണ്ടായിട്ടും ഫിലോസഫറായിട്ടും ഇതൊക്കെ ആർക്ക് നിൽക്കാനായിട്ട് പറ്റും? മാനേജറൽ എക്കണോമിസ്റ്റിന് സാധിക്കും. അതേപോലെ തന്നെ വേരിയസ് പോളിസീസ് എന്തൊക്കെയാണ്, ഹൗ വി ക്യാൻ കോർഡിനേറ്റ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ പ്രോഡക്റ്റ് ഡിസൈനിങ്, പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ്, പ്രോഡക്റ്റ് പ്ലാനിങ്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിഫറെൻറ്റ് പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അഡ്വൈസ് ചെയ്യാവുന്നതാണ്. ടു ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് റൈറ്റ് ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റൈറ്റ് ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ വെറുതെ എല്ലാ വർഷവും നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഓൺലി ഫോർ ഇനീഷ്യലി ഫ്യൂ ഇയേഴ്സ് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഉള്ളത് റോളിങ്ങിനുള്ള എമൗണ്ട് നമുക്കതിനെ കണ്ടെത്തണം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പ്രോഫിറ്റ്സ് ആയിട്ട് നമുക്കത് വേറെ ഏതിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെയാണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. To interpret the changing scenario, to analyze the external factors and to collect data regarding rival products. So ഇവിടെ വരുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചിങ് സിനാറിയോ എന്താണ്, ഇപ്പോഴത്തെ ട്രെൻഡാണ് എന്താണ്, ട്രെൻഡ് എന്താണെന്നുള്ള അറിഞ്ഞാലാണ് പുതിയ മാറ്റങ്ങൾ നമുക്ക് പ്രോഡക്റ്റിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് അതേപോലെ തന്നെ വി ഹാവ് ടു കൺസിഡർ ടേക്ക് ഇൻ ടു ഫാക്ടർ അബൌട്ട് ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് നാഷണൽ ഇൻകത്തിൽ വരുന്ന ട്രെൻഡുകളായിരിക്കാം, ബിസിനസ് സൈക്കിളിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം, ഫിസിക്കൽ പോളിസീസ് ആയിരിക്കാം, ഇൻറ്റേർണൽ ട്രേഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഏതാണോ നമ്മുടെ ഫേമിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, ഹെൽപ്പ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അഡ്വൈസ് ചെയ്യാം. അതിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റൈവൽ പ്രോഡക്ട്സ്, മാർക്കറ്റ് പൊട്ടൻഷ്യൽ, ഡിമാൻഡ് ചേഞ്ചസിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദേ പ്ലാനിങ് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നേക്കാളും ബെറ്റർ ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇഫ് എ കോമ്പറ്റീറ്റർ ഈസ് എൻട്രിങ്
ന്യൂലി ടു ദി മാർക്കറ്റ് എന്ന് വിചാരിക്കാം. സോ വാട്ട് ഹി ആക്ച്വലി ഡു ഇസ്, വാട്ട് ഈസ് ദ ഡിമെറിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് എന്നുള്ളതാണ് അയാൾ സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരിക്കുക. നമ്മുടെ പ്രോഡക്റ്റിൽ ഇല്ലാത്തത് എന്താണോ അതായിരിക്കും അയാളുടെ പ്രോഡക്റ്റിൽ കൊണ്ടുവന്ന് അയാൾ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ റൈവൽ കമ്പനീസിനെ കുറിച്ചിട്ടോ റൈവൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചിട്ടോ എപ്പോഴും ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. വി ഹാവ് ടു ബി വെൽ ഇൻഫോംഡ് അബൌട്ട് ദം ആൻഡ് ഓൾസോ വി ഹാവ് ടു ഇൻഫോം ഓൾ ദോസ് നെസസറി ഇൻഫർമേഷൻസ് ടു ദി കമ്പനി. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു മാനേജറൽ എക്കണോമിസ്റ്റ് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ്, ആൾക്കാരുടെ കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന മാറ്റങ്ങൾ, കമ്പനിയുടെ പോളിസീസിനെ കുറിച്ചിട്ട് കമ്പനീസിന് പറഞ്ഞു കൊടുക്കാം. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈനിങ്ങിൽ ഹെൽപ്പ് ചെയ്യാം, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ഹെൽപ്പ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു മാനേജറൽ എക്കണോമിസ്റ്റിന് ഡിസൈഡ് ചെയ്യാം ആ കമ്പനി ഏത് പൊസിഷനിൽ നിൽക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ഒരു വഴിയാണ് മാനേജറൽ എക്കണോമിസ്റ്റ് അവിടെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാനേജറൽ എക്കണോമിസ്റ്റ് എന്നുള്ളത്. മാനേജറൽ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ്. കാരണം ഒരു ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു കമ്പനിയുടെ ആസ് എ ഹോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാലാണ് കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് അഡ്വൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ടു അണ്ടർസ്റ്റാൻഡ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി, അതിൽ തന്നെ മാനേജറൽ എക്കണോമിസ്റ്റ് വാട്ട് ദി കമ്പനി ഈസ് ഗോയിങ് ടു അച്ചീവ്, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി എന്നുള്ളത് മനസ്സിലാക്കിയാലാണ് അതിനനുസരിച്ചിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ടു ബ്രിങ് എ റീസണബിൾ പ്രോഫിറ്റ് ടു ദി കമ്പനി. സോ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, നമ്മുടെ മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ്, കമ്പനിയുടെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോൾ എത്രയാണ്. സോ അതിനെ ബേസ് ചെയ്ത് റീസണബിൾ പ്രോഫിറ്റ് വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദി ഓർഗനൈസേഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ടു മേക്ക് ആക്യുറേറ്റ് ഫോക്കാസ്റ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഫോക്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി കമ്പനി ആഫ്റ്റർ 5 years, ആഫ്റ്റർ 3 years അല്ലെങ്കിൽ ആഫ്റ്റർ 10 years എന്നുള്ളതാണ്. സോ ആ ഒരു പൊസിഷനിങ് കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് വിജയം തന്നെയായിരിക്കും. ആ പൊസിഷനിങ് നമുക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ദർ ഇസ് എ കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ദി കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അപ്പോൾ ഒരു കസ്റ്റമർ നിൽക്കില്ല, ഒരാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ. സോ ഇഫ് യു വാണ്ട് ടു സ്റ്റേ ഇൻ ദി മാർക്കറ്റ് ഫോർ എ ലോങ് ടൈം, if that is your achievement, and that is your goal എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിൽ വി ഹാവ് ടു ബ്രിങ് ഓൺ ചേഞ്ചസ് എന്നുള്ളതാണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കോൾഗേറ്റിന് ഒരു ടൂത്ത് പേസ്റ്റ്, പഴയ കാലത്തെ ടൂത്ത് പേസ്റ്റ് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ഫ്ലേവറേ ഉണ്ടായിരുന്നുള്ളൂ. സോ നൗ ഹൗ മെനി ഫ്ലേവേഴ്സ് യു ആർ ഹാവിങ് ഇൻ യുവർ പേസ്റ്റ്? ഡെയിലി യൂസ് ചെയ്യുന്ന പേസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ഫ്ലേവേഴ്സുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അവർക്ക് മാർക്കറ്റിൽ നിൽക്കണം. കാരണം കോമ്പറ്റീറ്റേഴ്സ് വന്നു തുടങ്ങി. കോൾഗേറ്റിന് അന്നത്തെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബബൂൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബിനാക്ക ഉണ്ടായിരുന്നു, സിബാക്ക ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കമ്പനീസ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പിന്നെയാണ് ക്ലോസപ്പും കാര്യങ്ങളൊക്കെ വന്നത്. സോ അവരാണ് ജെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ജെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കോൾഗേറ്റ് ഹാസ് ഓൾസോ സ്റ്റാൻഡപ്പ് ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ അവരും എന്ത് ചെയ്തു, ജെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ജെല്ലായി, എന്താ പറയുക, കോൾഗേറ്റ് സെൻസോഡൈനായി, ഇങ്ങനെ പല 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 ഫ്ലേവേഴ്സ് നമുക്കതിൽ വന്നു. കുട്ടികൾക്കുള്ള കോൾഗേറ്റായി, അതേപോലെ തന്നെ വേദശക്തി എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അവർ കൊണ്ടുവരും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇഫ് ദേ ഹാവ് ടു സ്റ്റേ ലോങ് ഇൻ ദി മാർക്കറ്റ്, ദേ ഹാവ് ടു ബ്രിങ് മോർ ചേഞ്ചസ് ഇൻ ദി പ്രോഡക്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ കോൺടാക്ട്സ് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ദി ഡാറ്റ സോഴ്സസ്. അപ്പം നമുക്ക് ഈ മാക്സിമം നമ്മുടെ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമറിനെ കുറിച്ചുള്ള റിലേഷൻസാണ്. വാട്ട് ദേ തിങ്ക്, അല്ലെങ്കിൽ വാട്ട് ആർ ദെയർ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദെയർ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണ്, അതൊക്കെയാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് വി ക്യാൻ മേക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത്.
and then to keep the management informed all the possible economic trends. ഇപ്പോൾ എക്കണോമിക് ട്രെൻഡ്സ് എങ്ങനെയാണ്, ബിസിനസ് സൈക്കിൾ എങ്ങനെയാണ്, അപ്പോൾ കമ്പനിക്ക് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് ഇൻഫോം ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അതിനനുസരിച്ച് മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ ആയിരിക്കാം, അതല്ലാതെ ചിലപ്പോൾ അണ്ടർ പ്രൊഡക്ഷൻ ആയിരിക്കാം. സോ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ കമ്പനിക്കൊരു എക്കണോമിക് പ്രോഫിറ്റ് അവിടെ ഉണ്ടാവും, റീസണബിൾ പ്രോഫിറ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. And to prepare speeches for business executives and to earn full status in the business team എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യം, ദ ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമായിട്ടുള്ള സ്പീച്ചസ് ദറ്റ് ഈസ് അബൌട്ട് ദി എക്കണോമിക്, അവരുടെ ഫേമിനെ കുറിച്ചിട്ടായിരിക്കാം, ദ എൻറ്റയർ എക്കണോമീനെ കുറിച്ചിട്ടായിരിക്കാം, അതിനെക്കുറിച്ച് സ്പീച്ചസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് അവരെ എപ്പോഴും ഇൻഫോംഡ് ആക്കി വയ്ക്കണം. ദേ ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ് ദി കമ്പനി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഫേം എന്നുള്ളത് അവരറിയണം. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ എഫക്റ്റിംഗ് ആ കമ്പനി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയാണ് നമുക്ക് കമ്പനീസിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വി ക്യാൻ ബ്രിങ് ഇൻ ദ ചേഞ്ചസ്. സോ വിത്തൗട്ട് ദി മാനേജീരിയൽ എക്കണോമിസ്റ്റ് വൺ കനോട്ട് ഡു എനിത്തിങ്. അപ്പോൾ ഈ മാനേജറൽ എക്കണോമിസ്റ്റിൻ്റെ റോളാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ. ആൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഒരു കമ്പനീനെ ഇറ്റ് ഷുഡ് നോട്ട് ലെറ്റ് ഡൗൺ, താഴത്തേക്ക് പോകാനായിട്ട്, ലോസിലേക്ക് പോകാനായിട്ട് നമ്മൾ അനുവദിക്കാതെ എപ്പോഴും നമ്മുടെ കമ്പനീനെ ചുറ്റും, നമ്മുടെ ഫേമിന്, ഓർഗനൈസേഷന് ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് യു ഹാവ് ടു ദ ഓർഗനൈസേഷൻ ഹാസ് ടു ബ്രിങ് അപ്പ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇൻ ടുഡേയ്സ് ക്ലാസ് വി ഹാവ് സീൻ അബൌട്ട് ദ എക്കണോമിക് ടൂൾസ് ഓർ ദി പ്രിൻസിപ്പിൾസ് വിച്ച് വി ആർ അപ്ലൈയിങ് ഇൻ ദി പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, പ്രാക്ടിക്കൽ പ്രോബ്ലം വരുന്ന സമയത്ത് ഈ തിയറീസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് സീൻ അബൌട്ട് ദി റോൾ ഓഫ് ദി മാനേജറൽ എക്കണോമിസ്റ്റ് ആൻഡ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് എ മാനേജീരിയൽ എക്കണോമിസ്റ്റ്. Okay, in next class we will see about the decision making and in forward planning, and also the meanings and steps and procedures that is in the decision making. And our decision making എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മക്കൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ, താങ്ക് യു.